വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ മോസ്റ്റ് റെക്കമെൻഡഡ് വീഡിയോ 24 hours yes to മൃദുല. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പണിയെടുപ്പിക്കാൻ അങ്ങ് കൊതിയായിട്ട് വയ്യല്ലേ? അന്ന് ഞാൻ ചെയ്തത് പിന്നെ അന്ന് തൊട്ട് കമന്റ്സ് വരാൻ തുടങ്ങിയതാ. മൃദുല ചേച്ചി ഞാനത് മാക്സിമം തള്ളി നീക്കി വെച്ചിരിക്കുവായിരുന്നു. അപ്പൊ എവളോ ഇല്ല, ഇന്ന് എടുത്തേ പറ്റൂ, ഇന്ന് തുടങ്ങണം എന്ന് പറഞ്ഞത് കൊണ്ട് കുഞ്ഞിനൊന്നാ ചെറിയ പനിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് വലിയ രീതിയിലുള്ള എസ് ഒന്നും വേണ്ട. അവനാണ് ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കത്തുള്ളൂ. അപ്പം ഇല്ലേ നമുക്ക് പോലെ കണ്ടോ, വരത്തില്ല. അപ്പോ എനിക്ക് പണികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? എല്ലാം പ്ലാൻ ചെയ്ത് 10 പണികളുണ്ട്. 10 എണ്ണിയൊക്കെ തരുന്നേ? 10 പണിയുണ്ട് അല്ലേ അമ്പോ? നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് അച്ഛന് പണി കൊടുക്കാൻ പോകുന്നത്. അപ്പം ഗൈസ്, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്തൊക്കെയാണ് പണികളെന്ന് വഴി അറിയാം. ഞാൻ പിന്നെ എന്തും മെന്റലി പ്രിപ്പയർഡ് ആണ്. പിന്നെ ഈ കുക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ എം ഈസിയാണ്. പിന്നെ ഈ വീട്ടിൽ ഹൗസ് ഹോൾഡ് വർക്കൊക്കെ എനിക്ക് പറ്റത്തില്ല. അത് മാക്സിമം അല്ല, അങ്ങനല്ല, മീൻസ് ഞാൻ റേറ്റ് ഇടും, ഓരോന്നിനും ഞാൻ മാർക്ക് ഇടും. നമുക്ക് വീട്ടിലോട്ട് പോവാം. യെസ് ആണ് മൃദുലയ്ക്ക്. നീ എന്ത് പറഞ്ഞാലും ഞാൻ സാധിച്ചു തരുന്നതായിരിക്കും. അന്ന് ഞാൻ ഒരുപാടൊന്നും കഷ്ടപ്പെടുത്തിട്ടില്ല. എന്നെ വണ്ടി കഴിപ്പിച്ചു. അത് നമുക്ക് വേണ്ടി കഴിച്ചാണ്. എല്ലാം നമുക്ക് വേണ്ടി. ആ ചിന്ത എപ്പോഴും വേണം, നമുക്ക് വേണ്ടി. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഗൈസ്, ഫസ്റ്റ് ടാസ്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് സിമ്പിളാ. ഇപ്പൊ സിമ്പിളാ, കാരണം അവൻ ഒന്നാതെ ഉറക്കം വന്നിരിക്കുക. അമ്പൂനെ ഉറക്കണം. അതാണ് ടാസ്ക്. അപ്പൊ ഉറങ്ങും, സിമ്പിളാ. ഉറങ്ങണേ മക്കളെ. അപ്പൊ ഗൈസ്, നമുക്ക് ട്രൈ ചെയ്യാം. അത് ഇപ്പൊ ഒന്നും ഉറക്കം വന്നിരിക്കുക, അതുകൊണ്ട് സിമ്പിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ സാധാരണ അപ്പൊ അവനെ ഉറക്കുന്ന സാധാരണ തോളത്തിട്ടുണ്ട് കിടന്നാൽ ഉറങ്ങും. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ തോളത്തിടാം. കയറി ഇങ്ങനെ കിടന്നാണ് സാധാരണ അപ്പൊ ഉറങ്ങാറുള്ളത്. നോക്കാം ഗൈസ്. പാട്ടൊക്കെ പാടണം, ചുമ്മാ ചാട്ട് ചെയ്തിയോ? എന്തോ താമര വേണ്ട, മടുത്ത് കേട്ട് അത് എവിടുത്തെ പാട്ടോ ഏത് പാട്ടോ? താരാട്ട് പാട്ട് അറിയത്തില്ല. വാവാ പറഞ്ഞാ മതി, വാവാവോ പാടിയാ മതി. സോറി, വെള്ളിയാഴ്ച. അത് വേണ്ട, ഇന്നൊരു വെള്ളിയാഴ്ച. അവന് എന്റർടൈൻമെന്റ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, അവനെ ഉറക്കാനാ. അതല്ല പാട്ട്. എന്തെങ്കിലൊക്കെ ഉണ്ണി വാവാവ് പാടും. അവന് കളിയാ. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ. ഉറങ്ങിയത് തന്നെ. ഞാൻ ഉറക്കിട്ട് വരാം. നടക്കട്ടെ, നടക്കും പുറകുമായിരിക്കും. ഉറങ്ങില്ല. പിള്ളേർ ഉറങ്ങുമ്പോൾ നമ്മൾ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല അല്ലേ? അല്ലേ ഏട്ടാ? കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ നമ്മൾ പതിയെ വേണം സംസാരിക്കാനല്ലേ? ഉറങ്ങി മനുഷ്യൻ ഇവിടെ കിടന്ന് പാല് കൊടുത്ത് തട്ടി ഉറക്കി വെക്കും. മൃദുലേ, തീർന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുന്നത് ഉറക്കെ. അമ്പു ഉറങ്ങിയോ ഏട്ടാ? അമ്പു ഉറങ്ങിയോ? ഇല്ലല്ലേ? പ്രവീൺ പാർട്ട് 2 എടുക്കും കേട്ടോ. അന്ന് നീ ഇവിടെ കിടന്ന് മുട്ടിലായി. പാർട്ട് 2 ഇപ്പഴേ ഇല്ല, അതിന് കഴിയട്ടെ. ഉറങ്ങിയതാ, ഉറങ്ങും തോന്നില്ല. എനിക്ക് ഉറങ്ങാൻ വരുന്നത് ആടി നീ ക്യാമറ കൊണ്ട് പോയാലേ ചെറുക്കം ഉറങ്ങും. അയ്യോ, ഇത് ടാസ്കാ. ഞാൻ പലതും കാണിക്കോ? എനിക്ക് സുഖമല്ലേ? പറയാ. A few moments later. എന്താ ഉറങ്ങിയോ? അലക്കല്ലേ കുഞ്ഞുറങ്ങുമ്പോ? നീ എങ്ങനെ അലക്കുന്നേ കുഞ്ഞുറങ്ങുമ്പോ? ഫസ്റ്റ് ചലഞ്ച് കംപ്ലീറ്റഡ്. കിടത്താൻ ഞാൻ സഹായിക്കാം. സഹായിച്ചാലേ പറ്റൂ. സഹായിക്കാം. ഇതാ വരുന്നേ.
ഇതൊക്കെ സംസാരിക്കണം. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ടാസ്ക് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. താങ്ക് യു സോ മച്ച്. ഉറക്കം വന്നിരുന്നത് കൊണ്ട് മാത്രം. സത്യം ഉറക്കം വന്നോണ്ടാട്ടോ, ഇല്ലെങ്കിൽ എനിക്ക് അവനങ്ങനെ ഉറക്കാനൊന്നും പറ്റത്തില്ല. പാടാം മൃതില്ല. അതെന്ന് വെച്ചാൽ അവൻ പാല് കുടിച്ചുറങ്ങും. അതുകൊണ്ടാ നമ്മളെ ആ ടൂളില്ല, അതുകൊണ്ട് പറ്റത്തില്ല. ടൂൾ ഇല്ലെങ്കിൽ അല്ലാതെ എൻ്റെ പാല് കുടിച്ച് അവൻ 90% പാല് കുടിച്ച് ഉറങ്ങത്തുള്ളൂ. 90% ഞാൻ അടുത്തുണ്ടെങ്കിൽ. അപ്പൊ ഇനി അടുത്തെന്താണ്? അടുത്തത് ആവേശം. പെട്ടെന്ന് തീർത്ത ജോലി അങ്ങ് കഴിയുമല്ലോ. ആ ജോലി അങ്ങ് തീരുമല്ലോ. ഇനി എന്തുവാ? 1 മിനിറ്റ് ഞാൻ ടൈമർ വെക്കും. ഈ ക്യാമറ, വീഡിയോ എടുക്കുന്ന ഈ ക്യാമറ ഒഴികെ ബാക്കി നിന്റെ ഗാഡ്ജറ്റുകളെല്ലാം താണ്ടി ഈ ടേബിളിൽ എനിക്ക് വെത്തണം. ഈ ടേബിളിൽ, കറുത്ത ടേബിളിൽ 1 മിനിറ്റ് ടൈമർ വെക്കാൻ പോകും ഞാൻ. ഗൈസ്, അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ 1 മണിക്കൂർ നേരത്തേക്ക് ഏട്ടൻ്റെ എല്ലാ ഗാഡ്ജറ്റുകളും ജപ്തി ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ഭയങ്കര പ്ലാനിങ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. പിന്നല്ല, 1 മണിക്കൂറല്ലേ ഉള്ളൂ. ആ ഫോൺ പോലും തൊടാൻ പാടില്ല 1 മണിക്കൂറത്തേക്ക്. പക്ഷെ നീ വിഷമിക്കണ്ട, ആ 1 മണിക്കൂർ നേരം നിനക്ക് ബോറടിക്കത്തേ ഇല്ല. കാരണം പണികൾ തൊട്ട് ബാക്കി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇന്ന് ഏട്ടനാണ് ടൈമർ ഇടട്ടെ. ടൈമർ ഇടാൻ പോവാ. പിന്നൊരു കാര്യം, എല്ലാം ഇവിടെ ടൈമർ ഇടേണ്ട ആവശ്യമില്ല ഗൈസ്. ഞാൻ എല്ലാം ജപ്തി ചെയ്തിട്ടുണ്ട്. എന്നെ ജപ്തി ചെയ്തോ? എന്നെ പൂട്ടിക്കോ? എന്നെ പൂട്ടിക്കോ? ഇനി ആകെ ഇവിടെ നിന്ന് സാധനം എടുക്കാൻ ഐപാഡ് പിന്നെ ആകെ ഉപയോഗിക്കുന്ന ഇതേ ഉള്ളൂ. പിന്നെ മെമ്മറി കാർഡ്, അതൊക്കെ നിനക്ക് ജപ്തി ചെയ്തിട്ട് എന്തോ കിട്ടാനാ? മെമ്മറി കാർഡ്, ലെൻസ് ഒക്കെ ജപ്തി ചെയ്തിട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഓൾറെഡി ജപ്തി ജപ്തി ചെയ്ത് ടാബ്ലറ്റ്, 2 ടാബ്, 2 ഫോണ്, ലാപ്ടോപ്പ് ജപ്തി ചെയ്തു. സീൽ അടിക്കണോ ഇനി? ബാഗിൽ സീലൊന്നും വേണ്ട. അതിന്റെ മുകളിൽ SSD എല്ലാം ഉണ്ട്. ഇതെന്റെ ഫോണാ, ഇത് ജപ്തിയില്ല. അങ്ങനെ ബാങ്ക് എന്റെ പ്രോപ്പർട്ടി എല്ലാം ജപ്തി ചെയ്തിരിക്കുകയാണ്. 1 മണിക്കൂർ നേരത്തേക്ക് ജപ്തി. 1 മണിക്കൂറൊക്കെ നിസ്സാരം. ഒരു ദിവസം കൂടെ പറഞ്ഞാൽ പെട്ടു. എന്നെ പറഞ്ഞ അരിനെ മാറ്റി പറയില്ല കേട്ടല്ലോ. ഇല്ല, എന്താ 1 മണിക്കൂറത്തേക്ക് മതി, കാരണം ജോലി ഉണ്ടല്ലോ. അപ്പൊ ഇനി അടുത്ത ടാസ്ക് തരാൻ വേണ്ടി പോകുന്നത്, ഞാനേ കുളിച്ചിട്ട് വന്ന കേട്ടോ. കുളിച്ചിട്ട് വന്ന ഹെയർ നല്ലോണം ഉണങ്ങിയില്ല. അപ്പോൾ ഒന്ന് ഉണക്കി, ഒന്ന് കേൾ ചെയ്ത്, വെളിയിലോട്ട് ഇറങ്ങി കാറ്റിട്ട് തലയിട്ട് കുലുക്കി വെക്കും. അപ്പോൾ കാറ്റത്ത് ഉണങ്ങിക്കോളും. അല്ല, ഇതിപ്പം ഞാൻ വേണമെങ്കിൽ ഇച്ചിരി മാറ്റി വെക്കും, കാരണം ആ സാധനം എടുത്താൽ കുഞ്ഞുണരും. അപ്പോൾ അടുത്ത ടാസ്ക് 10 മിനിറ്റ് തരും. ഓക്കെ, നിന്റെ എക്സ്പ്രഷൻ എനിക്ക് വേണം. 10 നെഞ്ചടിപ്പിക്കാതെ പറ, കാര്യം പറഞ്ഞു തീർക്ക്. 10 മിനിറ്റ് ഞാൻ ഒരുങ്ങിയതല്ലേ. 10 മിനിറ്റ് തരും. എനിക്ക് ഇഷ്ടമുള്ളൊരു ഡിഷ് കുക്ക് ചെയ്തുകൊണ്ട് എൻ്റെ കയ്യിൽ വരണം, കൈ കിട്ടണം. 10 മിനിറ്റ്, നോ ദാക്ഷിണ്യം. ടൈം സ്റ്റാർട്ട്സ് നൗ. എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്തോ ഉണ്ടാക്കാൻ പോകുന്നെന്ന് പറ. എന്തോ കാര്യം? അപ്പൊ പിന്നെ ഞാനും പറയത്തില്ല, തപ്പി കണ്ടുകൂടി. ടൈം പൊക്കോണ്ടിരിക്കുവാണേ. 10 മിനിറ്റ് കൂട്ടായിരുന്നു കേട്ടോ. 10 മിനിറ്റ് തരും, കാരണം എനിക്ക് വിശക്കുന്ന കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് എന്നെ കൊണ്ട് സാരി ഉടുപ്പിച്ച് നീ ഒരുക്കിയവനല്ല, ഞാൻ മറക്കുന്നില്ല. നീ പറഞ്ഞ കുക്കിംഗ് ഭയങ്കര എക്സ്പെർട്ടാണ്. പിന്നെ ഒരു പാത്രം കൊച്ചിനെ കിട്ടല്ലേ ഇടിക്കില്ല. പിന്നെ ഈ എടുക്കുന്ന പാത്രങ്ങൾ നീ തന്നെ കഴുകി വെക്കണം. അതുകൊണ്ട് ഇഷ്ടംപോലെ പാത്രങ്ങൾ എടുത്താൽ ഇഷ്ടംപോലെ പാത്രങ്ങൾ നീ തന്നെ കഴുകണം. എന്തോ ഉണ്ടാക്കാൻ പോലെ പറ. കുറുക്കോ? അതിനാ കുക്കറ്. പോരാ, എനിക്ക് ഹെൽത്തി കുറുക്ക വേണ്ട, അത് നോൺ സ്റ്റിക്കിൽ എനിക്ക് വേണ്ടത്. വാറ് പാത്രമൊക്കെ എടുത്തു തരാം. ഇതിലുണ്ടാകും. നമ്മള് കുറച്ച് ഡേറ്റ്സ് പൗഡർ ഇടും കേട്ടോ. ഹെൽത്തി ആണല്ലോ, ഡയറ്റ് ആണല്ലോ അല്ലേ. റംബൂട്ടന്റെ ഇത്ര മതിയല്ലോ, കൂടി പോയുണ്ടോ? ഇല്ല, അത്ര ഇരുന്നുണ്ട്. കൂടിപ്പോയി കുഴപ്പമില്ല. അയ്യോ, എന്തിനാ കരിക്കുന്നേ? അയ്യേ, അല്ല ഗ്യാസ് എത്തിച്ചേ. പിന്നെ കുറുക്കണ്ടേ? പൊടി വറക്കുന്ന പോലെ ഗ്യാസ് എത്തിച്ചത് ഇപ്പോഴേ. അതെ, ഇതെങ്ങോട്ട് എടുത്ത് വെച്ചാ പോരെ, ഇവിടെ പൊടിയാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എന്നോട് വേണമെങ്കിൽ ഒത്തിരി ഇട്ടോ. എന്റെ ഡിഷാണ്, അഭിപ്രായങ്ങൾ പറയണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. തന്നെത്താൻ ഉണ്ടാക്കിയത്.
എനിക്കും ഇഷ്ടമാണ് കുറുക്ക്. പണ്ട് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടണം, നീ എന്നെ ഇംപ്രസ് ചെയ്യണം. ആ ഉറപ്പായിട്ട് നിന്നെ ഇംപ്രസ് ചെയ്ത് ഞാൻ കൊല്ലും. എനിക്ക് ഇഷ്ടപ്പെടണം, അതുപോലെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അതൊക്കെ സാരം ഉണ്ടാക്കുന്ന കുറുക്കാണെങ്കിൽ. ആ തറയിൽ വീണ പൗഡർ എടുത്ത് വെച്ച് അതൊക്കെ എൻ്റെ ഇഷ്ടം, എൻ്റെ എന്റർടൈൻമെന്റ്. നീ പണിയരുമില്ലേ അപ്പോഴാ പണിയാവും ഇച്ചിരിയെങ്കിലും എനിക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടി. ആദ്യം ഗ്യാസിൽ നല്ലപോലെ വെയ് പാത്രം. ഭയങ്കര കുക്കിംഗ് എക്സ്പേർട്ടാ. പക്ഷെ മാഗി വല്ലതും ഉണ്ടായിരുന്നു 2 minutes മാഗി ഉണ്ടാക്കിയാൽ മതി. ടൈം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ തിരിച്ചു വെക്കണം. ഞാൻ കിച്ചൺ എങ്ങനെ ആക്കി ഇട്ടോ അതുപോലെ എനിക്ക് ആക്കി തരണം. 5 മിനിറ്റ് ആയേ. അപ്പൊ ഇനി വെറും 5 മിനിറ്റേ ഉള്ളൂ നിനക്ക് ഡെക്കറേറ്റ് ചെയ്യാനും എല്ലാത്തിനും. ഇത് ഇങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കണം, അതാ പ്രശ്നം. അതുപോലെ വെള്ളം കുറച്ചും കൂടി ഒഴിക്കണം. വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം പറ്റുന്നവിടം വരെ നീ കുറുക്കണം. ആ വെള്ളം ഒഴിച്ചാൽ വെള്ളം പറ്റുന്നവിടം വരെ നീ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് പെട്ടെന്ന് വേവുന്ന സാധനം അല്ലേ ഈ സാധനം? കുറുക്കുണ്ടാക്കാൻ 5 മിനിറ്റ് ഒന്നും ആയി. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ. എൻ്റെ അടിയിൽ വെച്ചിട്ട് കട്ടിയുണ്ട്, കണ്ടോ? കട്ടിയാവുന്നുണ്ട് കേട്ടോ. അത് നിർത്താതെ ഇളക്കണം. ഞാൻ ഇതിനല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞാൻ അവിടെ പോയിരുന്നാ പോരെ? ഇത് കട്ടി പിടിക്കുന്നു, അങ്ങനെയാണില്ലേ? കട്ടി പിടിക്കുമല്ലേ? കുറുക്ക് നീ തിന്നിട്ടില്ലേ? ഞാൻ കുഞ്ഞിനെ കൊടുക്കുന്ന നീ കണ്ടിട്ടില്ലേ? ഇളക്കും തോറും കട്ടിയാവുന്നു. അതാ അങ്ങനെ കട്ടി ആവണം ലാസ്റ്റ്. ഇതിന്റെ കളർ മാറും, ബ്ലൂയിഷ് കളർ ആവോ? ആ ഡാർക്ക് ബ്ലൂ. ഞാൻ ഇനി മിണ്ടൂല, ഒന്നും മിണ്ടൂല. അണ്ട് ഈ എടുത്തതൊക്കെ തിരിച്ച് വെച്ചിട്ട് അടുക്കള നീറ്റാക്കി ഇട്ടിട്ട് വേണം വരാൻ. 8 മിനിറ്റ് ആയേ ഏട്ടാ. ഇനി 2 മിനിറ്റും കൂടെ ഉള്ളൂ. ഇനി വെറും കുറച്ച് പഴം അഴിഞ്ഞിട്ടിട്ടുണ്ട്, ഹണി കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് അതിന് മുന്നേ എത്തി. ഹണി ഒഴിച്ചിട്ടുണ്ട്, പിന്നെ പഴം അഴിഞ്ഞിട്ടിട്ടുണ്ട്, പിന്നെ വാൾനട്ട് കുറച്ച് ക്രഷ് ചെയ്ത്. വാൾനട്ട് കുറച്ച് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഹെൽത്തി അല്ലേ? ഓ അപ്പൊ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഹണി ഒഴിച്ചത് നിനക്ക് ഇഷ്ടമാണല്ലോ? ഇച്ചിരി കൂടി പോയി ഒഴിച്ചത്, കുഴപ്പമില്ലല്ലോ. ഹണി എനിക്ക് ഇഷ്ടമല്ല. എന്തിനാ അത്ര അങ്ങനെ കോരി ഒഴിച്ച? എന്തിനാ? അത് വേണമെങ്കിൽ മാറ്റാം, റിമൂവ് ചെയ്യാൻ. വേണ്ട, അവിടെ വെയ്. അതിനായിരിക്കും ഞാൻ മാർക്ക് ഇടുന്നത്. കഴിച്ചു നോക്കുക. ഞാൻ എടുത്തു തരട്ടെ? വേണ്ട, ഞാൻ കൂട്ടി തരട്ടെ? ഞാൻ എടുത്തോളാം. ടേസ്റ്റ് ചെയ്ത് നോക്കൂ. സിക്കിയായി പോയി. ഇത് ഇളക്കി സ്പൂൺ തന്നെ കൊണ്ടുവന്നില്ലേ? അത് പറ്റണില്ല മാം. വേറെ സ്പൂൺ കിട്ടിയില്ല മാം. പെട്ടെന്ന് 1 മിനിറ്റ് 10 മിനിറ്റല്ലേ സമയമുള്ളൂ. ഒരു കുറുക്കുണ്ടാക്കാൻ 5 മിനിറ്റ് പോലും വേണ്ട. ആര് പറഞ്ഞേ? മാവ് എടുക്കണം, കുഴയ്ക്കണം. അതാ അറിയാവുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഇതിപ്പോ തേനാട്ടോ, തേൻ കുറുക്കായത്. ഒരു പഴവും സ്പൂണും നോക്ക്. എങ്ങനെയുണ്ട് മാം? 10-ൽ എത്ര മാർക്ക്? തേൻ ടേസ്റ്റ്, വാൾനട്ട്, പഴം, എത്രയായാലും റാഗി തിന്നുമ്പോൾ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ ഇതെല്ലാം കൂടി ഇട്ടത് കൊണ്ട് കൊള്ളാം. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടോ കഴിക്കണേ. 10 സീരിയസ്ലി? താങ്ക് യു. തേൻ കൂടുതൽ, എനിക്ക് തേൻ ഇല്ലാതെ എടുത്താൽ മതി. നീ തിന്നണം. അടിപൊളി. കുറുക്ക് കുടിയാറില്ലല്ലോ, എങ്ങനെയുണ്ട്? അടിപൊളി കേട്ടോ ഗൈസ്. പൊളിസാണ്. കുക്കിങ്ങിനൊക്കെ നമ്മൾ പൊടിയാണ്. ഞാൻ പോയി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, മൊത്തം അലമ്പായി. ഞാൻ ഫോൺ അഡിക്റ്റാ. വറക്കുന്ന റീൽസ് കാണാൻ തോന്നുന്നില്ലേ? 1 മണിക്കൂർ നിനക്ക് ടഫാന്ന് എനിക്ക് അറിയാം. ഒരു ടഫും ഇല്ല. ശരി, ആയിക്കോട്ടെ. ഫിസിക്കൽ ഇതിൽ ഇതായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ. ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അടുത്ത ടാസ്ക്, ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, 10 തന്നെ. കാല് നെയിൽ പോളിഷ് ഇട്ട. കാരണം നിന്നെ കൊണ്ട് കയ്യിലിടാൻ പറ്റത്തില്ല, കാലാകുമ്പോൾ പിന്നെ കാലിട്ടാ മതി. എൻ്റെ കൈ കുളവാക്കാൻ ഞാൻ തരൂല. എൻ്റെ കാലിൽ എനിക്ക് നെയിൽ പോളിഷ് കുഴപ്പമില്ല, സെറ്റ് വെച്ചോളാം. കുളമൊക്കെ ആക്കും, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഇടാൻ പറ്റും. അങ്ങനെ പറയരുത്. ഓരോ കുളം ആക്കുന്നതിന് ഓരോ അടിയാ നിനക്ക്. സൈഡിൽ അവിടെ ഇവിടെയൊക്കെ നല്ലപോലെ ഇട്. കറക്റ്റ് പെയിന്റ് അടിക്കുന്ന പോലെ. ഇതിപ്പോ കറക്റ്റ് അല്ലേ? കുറച്ച് സെറ്റ് ആവണ്ടേ? ആ സൈഡിൽ സെറ്റ് ആവണ്ട. കുഴപ്പമില്ല, അത്രയും സെറ്റ് ആക്കിയില്ല. ഇനി അത്രയും പോലും നേരെ തൊട്ടാ കുഴപ്പമുണ്ടോ? സ്കിന്നിന്റെ അവിടെ കുറച്ച് അങ്ങനെ വരച്ച കറക്റ്റ് കിട്ടും. നഖത്തിൽ മാത്രം ഇട്ടാ മതി നെയിൽ പോളിഷ്, സ്കിന്നി ഇടണ്ട.
ഞാൻ വിചാരിച്ചത്ര മോശമല്ല. എന്നിട്ട് എന്തായിട്ടാ നീ ഇട്ടുതരാത്ത? ഓരോ ഹസ്ബൻഡൊക്കെ റീലിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്ത് കൊതിയാവുന്നറിയോ? എന്താണ് പുച്ഛം. ഈ നെയിൽ പോളിഷ് ഇട്ടാലേ ലവ് ആൻഡ് കെയർ ഉള്ള ഹസ്ബൻഡ് ആവും. എൻ്റെ കാലം നീ അതുപോലെ കൊണ്ട് നടക്കുന്ന രീതിയിൽ നിനക്ക് ഇട്ട് തരാറില്ലേ മന്ത്ലി? ഒറ്റ ഇട്ട് വെച്ചേര് ഞാൻ മന്തി തിന്നാറുണ്ട്, നീ മന്ത്ലി ഇട്ട് തരാറില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എനിക്ക് ഹെഡ് മസാജ് ചെയ്ത് തരാറുണ്ടോ? ചില എത്ര വൈഫ് നിനക്ക് ഇഷ്ടമല്ലത്, നിനക്കത് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമാ. ഇല്ല എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ മസാജ് ചെയ്യുന്ന പറഞ്ഞ് പിടിച്ചിരുത്തിയാൽ പോലും ഏട്ടനത് ഇഷ്ടമല്ല. ഏട്ടൻ എഴുന്നേറ്റ് മതിയെന്ന് പറയും, തലവേദന. ഒരു ദിവസമൊക്കെ ഒരു ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് തന്നു. എനിക്ക് ഇഷ്ടവാ ചെയ്തു കൊടുക്കാൻ, പക്ഷെ തരത്തില്ല. ഇന്ന് നിന്റെ അല്ല എന്റെ കഴിഞ്ഞോ? ഒരു കാലെല്ലാം കഴിഞ്ഞോ? സമയം എടുക്കും. ഇൻസ്റ്റന്റ് നൂഡിൽസ് ഒന്നും അല്ല, ഇൻസ്റ്റന്റ് ആയിട്ട് ക്യൂടെക്സ്ഡ് ആയി. സമയം എടുത്ത് സ്കിന്നിലൊന്നും തണുപ്പുണ്ടോ? തണുപ്പുണ്ട്. കളർ കൊള്ളാവോ? കളർ കൊള്ളാം. ഇത് നമ്മളെ മറ്റേ ചലഞ്ചിന് വാങ്ങിച്ചല്ലേ? ആ ഒരു സൈഡിൽ ഇങ്ങനെ തുള്ളി വന്ന് നിൽക്കുന്നു. അത് നിന്റെ നഖം ചെറിയ നഖം കേട്ടോ. അടുത്ത കാലത്ത് എന്റെ പൊന്നെ, ഈ നഖം ചെറിയ നഖമോ? ഇതാണ്ട് ഒരു കാലിൻ്റെ അവസ്ഥ ഇതാണ്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, അവിടെ ഇവിടെ ഒരുപാട് പറ്റിച്ചില്ല. ഞാൻ വിചാരിച്ച് ഭയങ്കര കുളമാവുമെന്ന്. ഇത് ഓക്കെയാണ്. ഇത് തുമ്പ് ഇവിടെ ഇച്ചിരി പ്രശ്നമുണ്ട്, ഇതും പോയി. പക്ഷെ ഇതൊക്കെ കുഴപ്പമില്ല. ഇത് ഇച്ചിരി ആയിപ്പോയി. പക്ഷെ എടാ നല്ലപോലെ നീ അത് നല്ല നേരെ പോയി ഇരുന്നേ. നീ ഒന്ന് നേരെ ഇരുന്നേ. ഇനി ആത്മാർത്ഥതയോടുകൂടി ഒന്ന് ഇട്ടേ. ആത്മാർത്ഥതയോടുകൂടി. നീ ഒന്ന് അടങ്ങിയിരിക്കാമോ? എനിക്കാണെങ്കിൽ പെണ്ണുങ്ങളെ ക്യൂട്ടക്സ് ഒന്നിട്ട് ശീലമില്ല. ശീലിക്കണം. ഓക്കെ ഗൈസ്, 2 കാലം കഴിഞ്ഞിരിക്കുന്നു. മുതുക്ക് കാലി. അതിപ്പോ എന്ത് ചെയ്യാനാ? അതിപ്പോ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാലം കിട്ടുന്ന പോലെ മുതുക്ക് കാലായി പോയി. അല്ല സെറ്റായില്ലേ? ഇപ്പം സെറ്റായില്ലേ നമുക്ക്? പക്ഷെ കളർ കൊള്ളാം കേട്ടോ. ഓ അടിപൊളി. ഇതാണ് കേട്ടോ. നല്ലോണം ഇട്ട്. ആ ഒരു തള്ളവരൽ മാത്രമേ ഉള്ളൂ കുറച്ചൊന്ന് മോശമായി പോയത്. മാർക്ക് വേണം. ഔട്ട് ഓഫ് 10 ഒരു 9 തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആ ഒരു തള്ളവരലും കൂടി ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, ഫസ്റ്റിൽ ഇത്രയും പൊളിച്ചില്ലേ, അപ്പൊ ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ യെസ്, ഞാൻ അടിപൊളിയായിട്ട് മുമ്പ് വരുമല്ലേ? ഇത് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ ഗൈസ്, നിങ്ങൾ വിചാരിക്കും എന്താ നമ്മൾ ഭയങ്കര അലപ്പും ബോളമൊന്നും ഇല്ലാത്ത അമ്പൂട്ട് ഉറങ്ങുന്നുണ്ടോ? ഇത്രയും മാക്സിമം പറ്റും, ഇല്ലെങ്കിൽ ആ ഉണർന്നാൽ ഒന്നും നടക്കൂല. അപ്പൊ അടുത്ത ടാസ്ക്, ഇത് അമ്പൂട്ടൻ്റെ ഒരു വെള്ള ടീഷർട്ട്. വീഡിയോ കാണാൻ വലിയ അഴിക്കില്ല, പക്ഷെ ഇവിടെ അവൻ എന്തോ മഞ്ഞ സാധനം തിന്നതും ഇവിടൊക്കെ എന്തോ അഴുക്കും. പിന്നെ ഞാൻ അവനെ ഉമ്മ വെച്ചതിൻ്റെ പാടും ലിപ്സ്റ്റിക്കിൻ്റെ ഇതും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഒരുപാട് കഴിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ സമയം ലേറ്റ് ആയതുകൊണ്ട് കല്ലി കൊണ്ടേ കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പം ഇരുട്ടിയത് കൊണ്ടൊന്നും വേണ്ട. ഈ ഒരു ടീഷർട്ട്, വെള്ള ടീഷർട്ട്, ഈ അഴുക്കൊക്കെ പോയി എനിക്ക് വൃത്തിയാക്കി തരണം, കഴുകി. നിന്റെ ഇഷ്ടം, ബാത്റൂമിൽ കയറി കഴുകാം, സിങ്ക് അവിടെ ഇട്ട് കഴുകാം, എവിടെ വേണമെങ്കിലും വെച്ച് കഴുകാം. ഇതൊക്കെ അഴുക്ക് പോണം. പക്ഷെ അഴുക്കും പോണം. ടീഷർട്ടിന് കേടുപാടുകളൊന്നും വരുത്തരുത്. ലൈറ്റ് കേട്. ഹാൻഡ് വാഷാ? അതുകൊണ്ട് ഹാൻഡ് വാഷ് എന്തെങ്കിലുമൊക്കെ കാണില്ല. പക്ഷെ വൃത്തിയായിട്ട് കഴിയുക. കുഞ്ഞുങ്ങളുടെ സംഭവം ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കാതെ ഹാൻഡ് വാഷ് എടുത്തിട്ട്. ഓർക്കാന്നല്ല, അറിയില്ലായിരുന്നു. അതെന്താ? ഞാനിത് വാങ്ങുന്നില്ല, എനിക്ക് അറിഞ്ഞൂടെ. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് തന്നെ. ഇത് ആമസോണിൽ നിന്നല്ല, അല്ല ഞാൻ അപ്പൊ അത് വാങ്ങിച്ച തീർന്നാണല്ലേ? അയ്യോ, അത് തീർന്നിട്ട് മാസങ്ങളായി. മൃദുലേ, നിന്റെ എസ് ആയതുകൊണ്ട് ഞാൻ ഒന്നും വേണ്ടത്. ഇതാദ്യമായിട്ട് ഇവിടെ വാങ്ങുന്നതേ ഞാൻ. ഈ മൃദുലയ്ക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു, ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാനാണ് പറഞ്ഞു കൊടുത്തത്, ഈ കുഞ്ഞുങ്ങൾക്ക് സെപ്പറേറ്റ് കഴുകുന്ന പൊടിയുണ്ട് നമ്മുടെ. ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നിങ്ങളാണ് ആദ്യം കമന്റ് ഇട്ടത്. കുഞ്ഞുങ്ങൾക്ക് സെപ്പറേറ്റ് ഡിറ്റർജന്റ് ഉണ്ട്, അത് വാങ്ങി. കപ്പിലിട്ട് നല്ലോണം പതപ്പിച്ചെടുത്തിട്ടുണ്ട്. പതപ്പിക്കല്ലേ? നീയാ ഇപ്പൊ പതപ്പിക്കുന്നേ, വേഗം ആവട്ടെ. ഇതും കൊണ്ട് നിൽക്കുന്ന പോരാ. എന്തോ എടാ, നിനക്ക് ടഫായിട്ടുള്ള ഒരു ടാസ്ക് ഞാൻ തന്നിട്ടില്ല. കുക്കിംഗ് 10 minutes ടഫായിരുന്നു. ഒരു കുറുക്കുണ്ടാക്കുന്ന വളരെ ഏകാഗ്രതയുള്ളൊരു ജോലിയായിരുന്നു, ടഫായിരുന്നു. അവൻ അപ്പിയിട്ട് നാശമിട്ട. അവന്റെ അപ്പിയൊന്നുമില്ല, അവൻ തിന്ന പാടും. പിന്നെ എന്റെ ലിപ്സ്റ്റിക് കയറിയ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പൊ വാ, അടുത്ത പണി തരാം. ഏട്ടാ, ഇങ്ങനായിരുന്നു നീ. ഓക്കെ, ഇപ്പൊ ലൈറ്റ് കാണിച്ചിട്ടോ ആ സാധനമൊക്കെ എടുത്തെടുത്ത് തിരിച്ചു പോയി. എല്ലാ സാധനങ്ങളും ഒരു അച്ചടക്കത്തോട് ചെയ്യണം. ബ്രഷ് വേണം. എന്തിനാ? കുഞ്ഞിന്റെ ഉടുപ്പിലൊന്നും ബ്രഷ് ഇടേണ്ട ആവശ്യമില്ല. കൈ വെച്ചൊരച്ചാലേ അത് പോവും.
ആ അതെടുത്ത അവിടെ എവിടെ നിന്നാണോ ഒരു സാധനം എടുക്കുന്നത് അവിടെ തന്നെ തിരിച്ചു വെക്കാൻ പഠിക്കണം. ഞാൻ 2 റീല് കണ്ടോട്ടെ. അയ്യോ എൻ്റെ ഫോണിൽ തൊട്ട് ഇടിക്കും ഞാൻ. അടുത്ത പരിപാടി ഇപ്പൊ എന്തായാലും റെസ്റ്റിംഗ് ടൈമിന് വെച്ചേക്കല്ലേ, നമുക്ക് ഷോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ അടുക്കളയിൽ കുറച്ച് സാധനങ്ങൾ തീർന്നിട്ടുണ്ട്. അപ്പൊ തീർന്ന ഒരു 10 സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്തോണ്ട് നിനക്കറിയാലോ. എനിക്കറിയാം, ഞാനിവിടെ ഓൾറെഡി ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തീരുമ്പോൾ ഞാൻ നോട്ടിൽ അടിച്ചു വെക്കും. അപ്പം നീ പോയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യേണ്ട അത്യാവശ്യം തീർന്ന സാധനങ്ങൾ 10 ലിസ്റ്റ് എടുത്തോണ്ട് പറഞ്ഞാൽ 2 മിനിറ്റേ സമയമുള്ളൂ. 1 മിനിറ്റ് ആയിരുന്നു, പിന്നെ പോട്ടെന്ന് വെച്ചാൽ 2 മിനിറ്റ് വന്നിട്ടുണ്ട്. അല്ല, ഒരു 5 മിനിറ്റ്. ഇനി ചോദിക്കല്ലേ, 5 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് ധാരാളം. 10 ഐറ്റം പോരാടാ. പോയി അവിടെ നോട്ട് പാഡും പേന ഇരിപ്പുണ്ട്, എഴുതിക്കൊണ്ട് വരണം. ഞാൻ എടുത്തുതരാം. ഇല്ല ഞാൻ ടൈമർ വെച്ചില്ല. ഇപ്പഴേ പോന്നോ? എടാ ടൈമർ വെച്ചില്ലടാ. നീ നോട്ട് പാഡ് എടുക്കുമ്പോഴത്തേക്ക് ഓക്കെ സ്റ്റാർട്ട്. ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പേന ഇരിക്കുന്നു, കണ്ണു കണ്ടൂടെ? കുഴപ്പമില്ല. വീട്ടില് ഓറഞ്ച് ഇല്ല, ഓറഞ്ച് വാങ്ങണം. എന്റെ ലിസ്റ്റുമായിട്ട് ഞാൻ മാച്ച് ചെയ്ത് നോക്കുവേ. പറയണ്ട, നീ അങ്ങ് എഴുതിയാ മതി. നോക്കി എഴുതിയാ മതി. എഴുതിയിട്ട് വരാമേ. ഞാൻ ടൈം ആവാറാകുമ്പോൾ ഞാൻ അവിടെ കാണുവേ. ഞാൻ 2 മിനിറ്റ് ഒക്കെ ടഫാണ്. ഇവിടെ 3 മിനിറ്റ് ആയപ്പോഴേ ഒരാൾ ലിസ്റ്റും കൊണ്ട് വന്നു. അത് അപ്പൊ അത് കഴിവല്ല, തീർന്ന സാധനങ്ങൾ അറിയാലോ. അതുകൊണ്ട് ഞാൻ അടുക്കള കയറുന്നത് കൊണ്ട് എനിക്കറിയാം. ശരി, ആയിക്കോട്ടെ. പറയട്ടെ, ഞാൻ പറയുന്നതനുസരിച്ച് നീ ഓക്കെ ആണെന്ന് പറയണേ. ഓറഞ്ച് വീട്ടിൽ തീർന്നായിരുന്നു. ആപ്പിൾ വീട്ടിൽ തീർന്നിട്ടുണ്ട്. 2 കൂടി ഉള്ളൂ ഇനി. അത് തീർന്നല്ലേ? ആപ്പിൾ 2 ഉള്ളൂ. അത് കുഞ്ഞു കൊടുക്കണോ കഴിക്കും? ചിക്കൻ ലെഗ് പീസ് മാത്രമേ ഉള്ളൂ. 3 അതൊന്നും എന്റെ ലിസ്റ്റിൽ ഇല്ല. പോട്ട്. വലിയ കടല, വെള്ളക്കടല. 4 ഗുവ, പേരയ്ക്ക. 5 പെപ്പർ. എന്ത് പെപ്പർ? പെപ്പർ പൗഡർ തീർന്നു. പെപ്പർ പൗഡർ ഉണ്ട്, അത് ഇച്ചിരിയേ ഉള്ളൂ. അതെന്താണെന്നറിയോ? കുരുമുളക് വേറെ ഉണ്ട്, പൊടിക്കാം. അങ്ങനെ പൊടിക്കാനുണ്ട്, അതില്ല. അത് വെട്ടിക്കോ. 5 അടുത്ത യോഗട്ട്, ഗ്രീക്ക് യോഗട്ട്. 6 ബ്രൊക്കോളി. 7 ആൽമണ്ട് മിൽക്ക്. 8 ഞാൻ എഴുതിയതാണ്, പക്ഷെ എനിക്ക് ഇത് എന്തുകൂടെ എഴുതിയത്? എന്നോട് ചോര്, ഇത് എന്തുകൂടാ ഞാൻ എഴുതിയത്? ഏതാ ഈ സാധനം? ഗ്രീൻ പീസ് ആണോ? ഗ്രീൻ പീസ്. അത് ഞാൻ എന്തോ എഴുതിയെന്ന് ആലോചിച്ചേ. ഗ്രീൻ പീസ്. 9. ഇനി ഒന്നുകൂടെ. തീർന്നു. ഒരെണ്ണം നീ റിജക്ട് ചെയ്ത്. വേറെ ഇഷ്ടംപോലെ സാധനങ്ങളും വേണമായിരുന്നല്ലോ. ബാക്കി മുളകുപൊടി, മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം ഉണ്ട്. മഞ്ഞപ്പൊടി ഇല്ലായിരുന്നു, തീരാറായിരുന്നു. ഞാനും വിചാരിച്ചു നീ അത് വേറെ ഉണ്ടായിരുന്നു. കവറി പൊട്ടിക്കാത്ത സാധാരണ കാണുമല്ലോ. കുരുമുളക് പൊടി അതിലും തോനെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നീ എഴുതി. മഞ്ഞപ്പൊടി ഓൾമോസ്റ്റ് ഞാൻ ഇത്ര സാധനം പക്കായിട്ട് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ 9 മാർക്കും തന്നിരിക്കും. താങ്ക് യു സോ മച്ച്. അത് 5 മിനിറ്റ് പറഞ്ഞത് 3 മിനിറ്റുള്ളേ വന്ന്. അതെ ഞാൻ നല്ല പെർഫോം ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ബാക്ക് ടു നമ്മുടെ ഡ്രസ്. അപ്പൊ ഡ്രസ്സ് കഴുകിട്ട് വാ, ഞാൻ ബാക്കി റീലൂടെ തോണ്ടട്ടെ. 1 മിനിറ്റ് വാ. എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കാൻ പഠിക്കണം. എന്റെ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫോൺ എടുത്തേ, ബന്ധമൊക്കെ കഴിഞ്ഞ്. ഇതിന്റെ ഇടയ്ക്ക് അമ്പോട്ട് ഉണന്നത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ഡ്രസ്സ് എങ്ങനെയായെന്ന് പോയി നോക്കാം കേട്ടോ. ഡ്രസ്സ് നമ്മള് ഭയങ്കര കറയുടെ, ഈ ചെറുക്കൻ ഉള്ള കറ മൊത്തം ആക്കി മനുഷ്യനെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ നേരം മുക്കി വെച്ച് കുരച്ച് കഴുകിയിട്ടൊന്നും പോകുന്നില്ല കേട്ടോ. അവന്റെ ഡ്രസ്സ് ക്ലീൻ ആയെന്ന് അവൻ തരണം അപ്രൂവല്. അല്ലാത്ത വാശികളൊക്കെ അതെങ്ങനെ ഉണക്കുന്നത്? വിരിച്ചിട്. കാണിച്ചിട്ട് പോകും. ഇച്ചിരി മഞ്ഞേ ഉള്ളൂ. എടാ ഈ ഇതിന്റെ ലിന്റ് പടരുന്ന തുണിയില്. അത് ക്വാളിറ്റി ഇല്ലാത്ത തുണിയാ. അതാ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാ. എന്റെ ലിപ്സ്റ്റിക്കിന്റെ കറ പോയി, പക്ഷെ മഞ്ഞപ്പൊടി പോയി. അതെന്തോ ഹാർഷ് ആയിട്ടുള്ള എന്തോ ഇതാണ്. അതിന് മറ്റേ ഡിറ്റർജന്റ് തന്നെ വേണം. ഓക്കെ ആണോ അമ്പു? ഓക്കെ അല്ലേ? ചിരിക്ക്. അവൻ പറഞ്ഞതുകൊണ്ട് മാത്രം. ഓക്കെ അല്ലേ അമ്പു? എത്ര മാർക്ക് 10-ല്? കാരണം ഈ ഒരു ഉടുപ്പ് കഴുകാൻ നീ ഒരുപാട് ടൈം എടുത്തു. കൂടെ പോയി കഴുകും, പിന്നെ അവിടെ വെക്കും. കൂടെ പോയി കഴുകും, പിന്നെ അത് പോകുന്നില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. ട്രൈക്ക് ഒരു 1/2 മാർക്കെങ്കിലും 1 മാർക്കെങ്കിലും കൂടി തരാം. ഇല്ല 5 ഉള്ളൂ. ഇതൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ട്
അതെ 2 ആഴ്ചയായിട്ട് നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റ് അല്ലേ, അപ്പോൾ കൂർക്കൊന്നും ആയില്ല. ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു എന്തോ അറിയാൻ വയ്യ. വിശക്കുന്നു. മന്തി വന്നാ ബാബാ. മന്തി വാങ്ങിച്ച ഇപ്പം ഇറങ്ങണം. പോവാം ഗൈസ്. നീ തിന്നണം മന്തി. പിന്നെ ഹെൽത്തി ഫുഡാണ്. ആരാ പറഞ്ഞത് ഡയറ്റ് എടുക്കുമ്പോൾ മന്തിയൊക്കെ കഴിക്കാം. നോ ഇഷ്യൂ. പിന്നെ വെയിറ്റ് ലോസ്. ഓക്കെ ഗൈസ്, അപ്പോൾ റെഡി ആവാം. ഞാൻ റെഡി ആയിട്ടിരിക്കുവോ? നീയോ? റെഡി ആവാനൊന്നും ടൈമില്ല, ഇറങ്ങിക്കോണം. എന്നാ ശരി, ബാ. ഇവന്റെ ബാഗ് എടുക്കുക, സ്നഗ് എടുക്കുക, ഇറങ്ങുക. ലെഗ് എടുത്തല്ലേ, വിളമ്പി തരണോ? അതൊക്കെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. ഫുഡൊക്കെ വിളമ്പി തരുന്നത് നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. വാരി തരണോ? ആന്തടി ഒരുമാതിരി പുച്ഛം. ചിക്കൻ ഒന്ന് കടി എങ്ങനെ ഉണ്ടോ നോക്ക്. നല്ല കളർ കേട്ടാ ചിക്കന്. കളർ ആഡ് ചെയ്യുന്നേ തോന്നുന്നു. ഇത്രയും കളറ് ഇതുവടി കടിക്കാരും അറിയത്തില്ലേ. ചൂടുണ്ടോ? കൊള്ളാമോ? പൊളി. ഇന്ന് ഞാൻ ഇച്ചിരി ലക്കിയാണ് കേസ്. അമ്പൂട്ട വെച്ച് നിർബന്ധം ആയതുകൊണ്ട് എന്റെ കൊറേ പ്ലാൻ നടന്നില്ല. ഒരു 3-4 പ്ലാൻ നടന്നില്ല. അവന് ചെറിയൊരു പനിയുടെ ആരംഭം പോലെ, ചെറിയൊരു മൂക്കൊലിപ്പ് നിർബന്ധവും. അതുകൊണ്ട് അവൻ ഉറങ്ങിയപ്പോ നമ്മൾ പതിയെ കാര്യം പറഞ്ഞു. വീഡിയോ എടുക്കുമ്പോ കാര്യം പറയാൻ മാത്രം ഒരു കുഴപ്പമില്ല ഞങ്ങക്ക്. എന്തോ നേരെ ലുലുലോട്ട് പോട്ടെ. മന്തിയൊക്കെ വാങ്ങിച്ചു തന്നില്ലേ? അതുകൊണ്ട് നേരത്തെ ലിസ്റ്റ് ഒക്കെ എടുത്തായിരുന്നല്ലോ എന്തൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ ഉള്ളത്. നേരെ ലുലു പോട്ടെ, നമുക്ക് അവിടെ ചെന്നിട്ട് പ്ലാൻ ചെയ്യാം. Okay guys, let's go. I'm so happy. പുറത്ത് ഔട്ടിങ്ങിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഔട്ടിങ് അല്ല. ആണോ? ഗൈസ്, ലുലു പാർക്കിങ്ങിൽ വന്ന് ഇനി നമുക്ക് ഇറങ്ങണം, ഷോപ്പ് ചെയ്യണം. ഓക്കെ, ഇറങ്ങാൻ വരട്ടെ. അതിന് മുന്നേ ഞാൻ കുറച്ച് നേരമായി അമ്പൂട്ടന്റെ സ്നഗ്ഗിന്ന് അറിഞ്ഞു കേട്ടോ. ഇത് ഞാൻ അവനെ വിളിക്കുന്ന, അപ്പൊ അവൻ വരുന്നില്ല. അവിടെ പോയി അപ്പി മാറണ്ട, അപ്പി ഇല്ല. ഒന്ന് സ്നഗ്ഗി നിറഞ്ഞേ ഉള്ളു. ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നോണ്ട് വാങ്ങി വാ. അവിടെ ഇരിക്കുന്നോണ്ട് ചിലപ്പോ അവൻ സമ്മതിക്കാൻ സാധ്യതയുണ്ട്. അപ്പിട്ടോ? കൈ പറ്റി. എടാ, എന്നാ അപ്പി ഇടാനായിരിക്കും അവ അവിടെ പോയി മാറി നിന്നേ. കീറ തന്നെ വലിച്ചേ. കൈയിട്ടേ അപ്പിട്ടില്ല. ടിഷ്യൂ ടിഷ്യൂ തരാ, വെയിറ്റ് ചെയ്യ്. സത്യമായിട്ട് ഞാൻ നോക്കിപ്പോ അപ്പി ഇട്ടിട്ടില്ലായിരുന്നു. ചതിച്ചല്ലടാ, ചതിച്ചല്ലടാ. അമ്പു ലുലു, ലുലു, അമ്പു ലുലു, അമ്പു. എനിക്ക് മൃദുലയുടെ ഹെൽപ്പും കൂടി വേണ്ടി വന്നു കേട്ടോ. ഈ മൃദുലയുടെ ഹെൽപ്പ് വേണ്ടി വന്നു എന്നല്ല, മൊത്തം മൃദുലയുടെ ഹെൽപ്പ് ആയിരുന്നു. കാറ് ഇരുന്നായോണ്ടാ. വീട്ടിൽ വെച്ചായിരുന്നെങ്കിൽ മോൻ മിന്നിച്ചാണ്. ഈ ടാസ്ക് നിനക്ക് 0 വട്ട 0. ആദ്യമായിട്ട് ഒരു ടാസ്കിൽ 0 വാങ്ങുന്നത്. കുഴപ്പമില്ല, അടുത്തതിൽ മിന്നിക്കാം. ഇനിയിപ്പം ഫാഷനിൽ പോണമായിരിക്കും, ലിപ്സ്റ്റിക്ക് വാങ്ങണമായിരിക്കും, അതൊക്കെ ആയിരിക്കും. അല്ല, തെറ്റിന്നേക്ക്. ഞാൻ ഇപ്പൊ ഓൾറെഡി 10,000 രൂപയ്ക്ക് ഷോപ്പിംഗ് ചെയ്ത്, പിന്നെ ഫോൺ വാങ്ങി. ഇനി ഞാൻ ഷോപ്പ് ചെയ്ത് നിന്നെ മുടിപ്പിക്കുന്നില്ല. അല്ലാതെ ഹൈപ്പായി കയറണം. കുറച്ച് ലിസ്റ്റ് എടുത്ത് സാധനങ്ങളൊക്കെ, വീട്ടു സാധനങ്ങൾ പിന്നെ വേറെ പരിപാടി ഉണ്ട്. നോക്കിപ്പോ എന്തായാലും ഹൈപ്പറിലോട്ട് പോകും. ഇത് ബാക്ക് കിക്ക് ചെയ്ത് നമ്മുടെ ഗോളാക്കണം. ആ 2 അവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ നടക്കൂടെ പോയാ 3-ൽ 2 എണ്ണം പോണം. 3 ചാൻസ് ഉണ്ട്. മൃദുല ഒന്ന് ട്രൈ ചെയ്യണം. ഒരിക്കലും കിട്ടാതിരിക്കാനായിട്ട് ബാക്ക് കിക്ക് ഒക്കെ വെച്ചേക്കുന്നേ. അതെങ്ങനെയാണ് ചെയ്ത്? കിട്ടരുത്, അവർക്ക് ഗിഫ്റ്റ് വാച്ച് കൊടുക്കരുത്. നേരെ അടിക്കാനാണ് അടിക്കായിരുന്നു. ലാസ്റ്റ് ട്രൈ ഗൈസ്. എന്തായാലും തോറ്റ് 3-ൽ. ഓക്കെ, ബൈ.
അയ്യത്ത് പോയത് അയ്യത്ത്. നീ കുഞ്ഞിനെ എടുത്തപ്പോ പറയണേ കൈ ഇരുന്നോട്ട് ഒരു കാരണം പറയാലോ ഒന്ന് പോയ ഔട്ടായ. നമുക്ക് എല്ലാത്തിനും ഒരു കാരണമുണ്ട്. അതെ അപ്പൊ അവിടെ കുരുങ്ങി വീടല്ലേ? ഇല്ല. അടിപൊളി. ഉണ്ണാൽ മുടിയും തമ്പി. ഓ ഓയ്യോ എടാ ഗുഡ് ട്രൈ കേട്ടോ, എന്നെക്കാട്ടും നന്നായിട്ട് ട്രൈ ചെയ്ത് കേട്ടോ നീ. ഞാൻ 6 അടിച്ച് കോമ്പൗണ്ടിനെ വെളിയിൽ പോയി. അയ്യത്ത് പോയി വരണം. അടിപൊളി അടിപൊളി. ചെരുപ്പ് പോയി. ഓയ്യോ നിങ്ങൾ ശരി അകത്ത് വെച്ചിരുന്നത് കൊണ്ടേനെ. അതാ അവര് അകത്ത് വെച്ചിട്ടില്ല കേട്ടോ, ഭയങ്കര അടുപ്പിച്ച് വെച്ചേക്കും. ഇതെന്താ ഫ്രണ്ട് കേക്ക് ചെയ്താ? അടി എന്തായാലും ട്രൈ പോയി. ഫ്രണ്ട് കേക്ക് ചെയ്താ എന്താ? ആ എന്തായാലും ട്രൈ പോയി. ഇനി നേരെ അടി. അതി തിരിഞ്ഞടിക്കുന്ന തിരിഞ്ഞടിക്കുന്നതായിരുന്നു നല്ലത്. പിടി പിടി. അതല്ല ഷൂ ഇല്ലാത്തോണ്ടോ നമ്മൾ ഈ ചെരുപ്പ് ഇട്ടോണ്ട്. എനിക്കറിയായിരുന്നു അവൾ എന്തെങ്കിലും ഒരു ന്യായം പറയൂന്ന്. എനിക്കറിയായിരുന്നു. അമ്മ 2 വട്ടം എടുത്ത്. ഇത് ചുമ്മാ നടക്കുന്നേ. പിന്നെ എന്തോണ മാളി കൂടെ 3 മാർക്ക് കിട്ടടാ. ഇട് എന്റെ ചെരുപ്പ് കൂറേട്ടോ. ഇടറാ, നീ ഇങ്ങനെ ഇട്ട് വേണം ഹൈപ്പർ വരെ പോവാൻ. മൃദുല അതെന്തൊരു മൃദുലേത്. ശരി ശരി, നീ അന്ന് പറഞ്ഞപ്പോ നീ ഇട്ടില്ലായിരുന്നു കേട്ടോ. കറക്റ്റ് നീ എന്നെ കളിക്കുള്ള ചാണാത്തി ചവിട്ടിയത്. ആരൊക്കെയുണ്ടോ? എടാ ഉണ്ടോടോ? എടാ പറ. പണ്ട് നൈറ്റ് ഇട്ടേ പിന്നെ വർക്കല ബീച്ച് കൂടെ അങ്ങോട്ടും ഇങ്ങനെ നടന്ന കേട്ടോ. അതിനെക്കാട്ടി ഇപ്പൊ കൂടെ ഇച്ചിരി തൊലിക്കട്ടി. അന്ന് തൊലിക്കട്ടി കൂടുതലായിരുന്നു, ഇപ്പൊ അത്ര ഇല്ല. അന്ന് എനിക്ക് നട 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 നീ. ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കമന്റ് ചെയ്യാം, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പെർഫെക്ഷൻ കിട്ടും. ഇതെന്നെങ്കിലും ഞാൻ അന്ന് പറഞ്ഞേ. നീ അങ്ങനെ പറഞ്ഞായിരുന്നു. നടത്തി ശിക്ഷിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. ഹൈപ്പറിന് അങ്ങറ്റം വരെ പോയിട്ട് പറയാം, അതോ അവിടെ അങ്ങോട്ട് പോവാന്ന്. ഞാൻ പറയുന്നത് എല്ലാം നീ എസ് പറയണം. ഞാൻ അവിടെ വിളിച്ച അവിടെ വരണം, ഇവിടെ വിളിച്ച ഇവിടെ വരണം. കുഴപ്പമില്ല, നടക്കുന്നത് നല്ല. ഇത് നടന്നിട്ടില്ല. സ്പീഡ് കൂടുന്നു. സ്പീഡ് നടക്കുന്നു. വാ. ചെരുപ്പിന് ഗ്രിപ്പില്ല. ഗായ്സ്, ഒരു 5-6 സാധനം വാങ്ങിക്കാൻ വന്നതാണേ. വാങ്ങിച്ചു വന്നപ്പോ എന്തൊക്കെയോ ഈ ആവശ്യമില്ലാത്ത കുമ്പുച്ചൊക്കെ എടുത്ത് വെച്ചേക്കുന്നു. ആരാ ഒരെണ്ണം എടുത്തപ്പോ ഞാൻ 2 എടുത്ത്. അങ്ങനെ അതാ പ്രശ്നം. ഞാൻ അത്യാവശ്യമായിട്ടുള്ള 1 എടുക്കും, മൃദുല 2 എടുക്കും. ഇതിപ്പോ ഷോപ്പിംഗ് വ്ലോഗ് അല്ല, ഇവിടെ ചലഞ്ച് വ്ലോഗാ. സോ ആൾക്കാരൊക്കെ പോയി ഗൈസ്. എന്റെ ഒരു പ്ലാനിങ് അതും പോയി, ഫ്ലോപ്പായി. ഇവിടെ സാധനങ്ങൾ വാങ്ങിച്ച സന്തോഷത്തിലേ നമുക്കൊരു അല്ലു അർജുന്റെ സ്റ്റെപ്പം കിട്ടാലോ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഏതെങ്കിലും ഹാപ്പിയിലെയോ ഏതെങ്കിലും ഒക്കെ. ഇവിടെ പിന്നെ എനിക്ക് മാത്രം കാണാനാ. നീ ഭയങ്കര അല്ലു അർജുൻ ഫാൻ അല്ലായിരുന്നു? ഞാൻ പണ്ടായിരുന്നു കുഞ്ഞിലെ. കുഞ്ഞിലെ കണ്ടത് മതി. മറ്റേ ഹാപ്പിയിലൊക്കെ അല്ലു അർജുൻ കൂടുതൽ കിടന്നൊക്കെ ഉള്ള സ്റ്റെപ്പുകളാ. അമ്മ നീ അതാണ് വേണ്ടുന്നത് എനിക്ക്. ഇവിടെ ആവുമ്പോ പിന്നെ ഇഷ്ടംപോലെ സ്ഥലവും. സത്യം പെട്ടെന്ന് അങ്ങനെ പറയുമ്പോ ഒരു സ്റ്റെപ്പ് മൈൻഡിൽ വരുന്നില്ല. സത്യം വരുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഞാൻ അവിടെ നില്ല, ഞാൻ കാണിച്ചു തരാം. ഫോണിലെടുത്ത് പിടി. അല്ലു അർജുന്റെ സ്റ്റെപ്പ് അറിയത്തില്ലല്ലേ? നീ പാട്ട് പാടണം. പിന്നെ എനിക്ക് ചലഞ്ച് ചെയ്താ പറഞ്ഞാ ചെയ്തോണം. കളി 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 കളി. ആ കൈ ട്രോളി അല്ല സാമിയിലെയാ? സാമിയിലെ പുഷ്പലയാ? നീ എങ്ങനെ ആൾക്കാരുണ്ട്. ആരും കണ്ടില്ല നിന്നെ. പിന്നെ ആ ചേട്ടൻ കണ്ട്. ഞങ്ങൾ ആ ചേട്ടന്റെ ഡാൻസ് കണ്ടൊക്കെ മുഴുകിപ്പോയി. നിനക്ക് എന്നെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ നിനക്ക് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിട്ടേ ഇതിപ്പോ ലാസ്റ്റ് എന്റെ പണികളൊന്നും നടന്നില്ല. നീയാ കാരണം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ചു നേരം റെസ്റ്റ് ആയിരുന്നു. അപ്പോ ബാക്കി തുടങ്ങാം. ഒരു ടാസ്ക് കൂടെ തന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. കാരണം എനിക്ക് ആഗ്രഹിച്ച പോലെ കൊണ്ട് പറ്റിയില്ല. എന്നെ അമ്പുക്കുട്ട രസിച്ച്. എന്താണെന്നറിയോ, ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തായിരുന്നു. അതായത് ഞാൻ 10 മിനിറ്റ് അല്ല, ഒരു 15 അരമണിക്കൂർ കൊടുക്കുമ്പോഴത്തേക്കും ഏട്ടനും അമ്പും പോയി ഒരേപോലെ കോംബോ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് റെഡി ആവണം. അതുപോലെ ഞാൻ നോട്ടിൽ അടിച്ചിട്ടുണ്ട്. കുറേ പ്ലാൻ ഉണ്ടായിരുന്നു.
പക്ഷെ എല്ലാം ഫ്ലോപ്പായി. അതുപോലെ വെളിയിൽ തുണി കഴുകണം. എൻ്റെ 5 ഫേവറേറ്റ് കാര്യങ്ങൾ ഏട്ടാ, ഒന്നി ഇപ്പൊ ഡ്രസ്സാണെങ്കിൽ അത് എടുത്തോണ്ട് വരണം, അല്ലെ എന്താന്ന് പറയണം. ലാസ്റ്റ് ഒരു ടാസ്ക്. ഏട്ടാ ഇപ്പൊ അമ്പൂട്ടിനെ കൊഞ്ചിച്ചില്ലേ, അതുപോലെ എന്നെ കൊഞ്ചിക്കണം. അതിനിപ്പോ എന്താടി കൊഞ്ചിക്കാൻ? ഞാൻ ഒന്നും കൊഞ്ചിക്കാറില്ല ഇതിനെ. ഓക്കെ കൊഞ്ചിക്കട്ടെ. അമ്പൂട്ടനെ ഇങ്ങനെ എടുത്തിട്ടാണ് ഇങ്ങനെയാണ് എപ്പോഴും കറക്കുന്നത്. അതൊക്കെ ഏട്ടൻ്റെ ഇഷ്ടം, കൊഞ്ചിച്ചാ മതി. നിന്നെ അമ്പൂട്ടനെ വിളിക്കുന്ന പോലെ എന്നെ വിളിക്കുകയും വേണം. ആണോ? ആള് യഥാർത്ഥ അമ്പൂട്ടൻ വന്നു. ഇങ്ങ് വാ, നീ രണ്ടുപേരെയും എവനാണ് ഇന്നത്തെ എന്റെ ആയുധം. അമ്മ കേട്ടാ പറയണ്ട, തെളിച്ചു പറഞ്ഞ അമ്മ. അപ്പൊ ഇങ്ങനെ എന്നാ രണ്ടുപേരെയും കൂടെ എടുക്കുന്നേ? നീ മാറി പൊക്കോളെ. ഞാൻ ഉമ്മയ്ക്കൊന്നും ചെറിയ ഇഷ്ടമല്ല. അമ്പൂട്ടിനെ ഉമ്മക്കട്ടെ, അമ്മച്ചി ഉമ്മക്കട്ടെ. ഞങ്ങള് രണ്ടുപേരും കൂടെ ഇത് രണ്ടുപേരും കൂടി എങ്ങനെ കൊഞ്ചിക്കൂടെ? അമ്പൂട്ടിനൊന്ന് മാറ്റട്ടെ, എവിടെ എന്നെ എന്ത് ശരിയാക്കും. ഇന്നത്തെ എസ് നടക്കാത്തതിന്റെ മെയിൻ റീസൺ അമ്പൂട്ടനായിരുന്നു. ഞാൻ എന്തൊക്കെയോ പ്ലാൻ എത്ര ദിവസങ്ങൾ കൊണ്ട് റിസർച്ച് ചെയ്ത് കൊണ്ടുവന്നറിയാവോ? പൊണ്ണു ഉണങ്ങടി കള്ളിപ്പെണ്ണേ. വെയിറ്റ് കുറഞ്ഞേട്ടോ. അടി എനിക്ക് ഒട്ടും പ്രശ്നമില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ചുമ്മാ കാണിച്ചതാ. പക്ഷെ എനിക്ക് പണ്ടെനിക്ക് അവളെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. നല്ല വെയിറ്റ് കുറഞ്ഞ് പൊളി. ഞാൻ പിന്നെ ഇന്നാ നിന്നെ എടുക്കുന്നത്. നീ എന്നെ എടുക്കാറുണ്ടോ? അപ്പൊ ഗൈസ് നമ്മുടെ യെസ് ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അമ്പൂട്ടം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സേഫ് സോൺ ആയിരുന്നു കേട്ടോ. ഭയങ്കര കുരുത്തക്കേടായിരുന്നു ഇന്ന്. സോ അത് ചില ദിവസം പിന്നെ അക്രമം മാരയിലൊക്കെ പിടിച്ച് ചെറുക്കൻ ഇപ്പൊ എന്നെ അങ്ങ് അറയൊക്കെയാണ് ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള റെഡി കടന്നുവരേ. ബൈ.